റെഡി 1 2. ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പം കഴിഞ്ഞ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ക്ലീനിങ്ങും, അതായത് ഡീപ്പ് ക്ലീനിങ് തന്നെ, ഡീപ്പ് ക്ലീനിങ്ങും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളെ വീടിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് അറിയാമെന്ന് വിചാരിച്ചു. കുറേ ആൾക്കാർ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ വ്ളോഗ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ആയിട്ട് നമുക്ക് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ മക്കൾ സ്കൂളിലൊക്കെ പോയതിന് ശേഷം എൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അവരെ സ്കൂളിൽ കൊണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേ പിങ്കി മോളെ ഒന്ന് ഇറക്കി വിട്ടതാണ്. നമ്മളിവിടെ എവിടെയാണോ നിൽക്കുന്നത് അപ്പോൾ കരയാൻ തുടങ്ങും. അകത്താണെങ്കിൽ വലിയ കുഴപ്പമില്ല, പുറത്താണെങ്കിൽ അവളെ ഒന്ന് ഇറക്കി വിടണം. അപ്പോൾ എന്തോന്നറിയില്ല, സാധാരണ കയറാൻ പറഞ്ഞാൽ വേഗം കയറുന്ന ആളാണ്. ഇന്ന് ഭയങ്കര മടിച്ചായിട്ടിരിക്കുവാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചകത്ത് കയറ്റണമല്ലോ, അതിനുള്ള പരിശ്രമത്തിലാണ്. ില്ലേ ഞാൻ ഇച്ചിരി സമയം കളിച്ചില്ലേ, നമ്മൾ ഇച്ചിരി സമയം കളിച്ചില്ലേ. അയ്യോടി അയ്യോടി കൊച്ചു കേറില്ല. ബാടി പെണ്ണെ, ബാടി പെണ്ണെ, നമുക്ക് പിച്ച നടന്നു പോവാം. പിച്ച നടന്നു പോവാം. പിച്ച പിച്ച ഇറങ്ങിക്കോ, ഇറങ്ങ. നമ്മളെ കൂട്ടിൽ പോകുന്നതാണേ, നമ്മളെ കൂട്ടിൽ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തോന്നറിയില്ല, ചൂട് കാരണമെന്ന് അറിയില്ല, അവൾക്ക് ഭയങ്കര മടിയായി കൂട്ടിലോട്ട് കയറാനായിട്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് വന്ന് ഇച്ചിരി സമയം ഇറക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിപ്പം അകത്തോട്ട് കയറിയവിടെ അതിന് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇച്ചിരി തുണി എടുക്കാനും അതുപോലെ തന്നെ തുണി വിരിച്ചിടാനും ഉണ്ടായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇനി വ്രതമാണ് കേട്ടോ, നോൺ വെജ് ഒന്നും കഴിക്കാതെ. അപ്പോൾ ഇന്ന് ഒരു നോൺ വെജ് ഉണ്ടാക്കിയിട്ട് ഇന്നത്തോടു കൂടി നിർത്തിയിട്ട് കുറച്ച് ദിവസം നമ്മൾ വ്രതം എടുക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ശബരിമല സീസണൊക്കെ അല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് കുറച്ചൊരു ക്ലീനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറി അതൊക്കെ ഒന്ന് കഴുകിയിടലും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പം ഞാൻ ഓൾറെഡി മാറ്റി ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകാനിട്ടിട്ടുണ്ട്. നമ്മുടെ വർക്ക് ഏരിയയുടെ പിറകുവശം ഇതുപോലെയാണ് കേട്ടോ. മുകളിലാണ് നമ്മൾ തുണിയൊക്കെ വിരിച്ചിരുന്ന നമ്മളെ യൂട്ടിലിറ്റി ഏരിയ, വാഷിംഗ് മെഷീനൊക്കെ വെച്ചേക്കുന്നത്. അവിടെ തന്നെ അയൺ ബോക്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം പുറകെ നിന്നുള്ള ഈ ഒരു വ്യൂ ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ വർക്ക് ഏരിയയിൽ വേറൊരു എന്ന് പറയുന്നത് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ താഴത്തെ ബാത്റൂമിൻ്റെ പോർഷൻ ഇതുപോലെ നമ്മൾ ഒരു ഫില്ല് ചെയ്യാതെ ആ ഒരു പോർഷൻ അതുപോലെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ താഴോട്ടേക്കായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെയൊക്കെ ടൈല് വിരിച്ചേക്കുവാണ്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നമ്മളെ വീട്ടിലിടുന്ന പുറത്തോട്ട് പോകുമ്പോൾ ഇടുന്ന തുണികളൊക്കെ കഴുകുകയും ചെയ്യാം. അവിടെ തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്രെയിനേജ് ഉണ്ട്, അതിലൂടെ അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ അവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൈപ്പ് വഴി നമുക്ക് അവിടെ നിന്ന് അത്യാവശ്യം നമ്മൾ കൈകൊണ്ട് കഴുകേണ്ട സാധനമൊക്കെ അവിടെ നിന്ന് കഴുകിയെടുക്കാം. അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ വർക്ക് ഏരിയയിൽ. അതെനിക്ക് ഭയങ്കര ഉപകാരമായി തോന്നി. ഇനി ഒരു അലക്കല്ലും കൂടെ അവിടെ കൊണ്ടുവെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ ചെയ്തു നോക്കൂ കേട്ടോ, നല്ലതാണ്. അപ്പോൾ നമ്മുടെ മുകളിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ, മുകളിൽ നിന്ന് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. അപ്പം ഇങ്ങനെയാണ്, നല്ല കാറ്റും വെളിച്ചമൊക്കെ നല്ല അടിപൊളിയായി കിട്ടുന്ന സ്ഥലമാണ്. അപ്പം നമ്മുടെ മുകളിലോട്ട് കയറിയതാണല്ലോ. അപ്പം ഒന്ന് ടെറസിൽ പോയിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ ഇതുവരെ ആയി നോക്കാം. ഇതിൽ ഇപ്പം നമ്മൾ ആദ്യം നട്ടതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. നമ്മളെ കോളിഫ്ലവറും അതുപോലെ വെണ്ടയ്ക്കല്ല തക്കാളി പച്ചമുളകും ഒക്കെ. അപ്പോൾ എല്ലാം ഒന്ന് നോക്കി, ദിവസം പോയി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കാണാണ്. ക്യാബേജൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ വിപുലീകരിക്കുക എന്നുള്ള ആലോചനയാണ്. മണ്ണ് മുകളിലോട്ട് കൊണ്ടുപോകൽ ഇച്ചിരി പ്രയാസമാണ്. അതാണ് ഇപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. പിന്നെ നമ്മുടെ ചെടികളിലൊക്കെ നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്. വെയിലുള്ളതുകൊണ്ടും ചില ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ടും എല്ലാം നല്ല ആരോഗ്യത്തോട് നിൽപ്പുണ്ട്. എത്ര നാൾ പോകുമെന്നറിയില്ല. ഇപ്പം നല്ല ഇൻട്രസ്റ്റായി വന്നിട്ടുണ്ട്. അമ്മക്കും മക്കൾക്കൊക്കെ അതിൽ നല്ല ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണി പ്ലാന്റുകളൊക്കെ ഏകദേശം പോയതായിരുന്നു. അപ്പോൾ ഇവന്മാരെയൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ഞാനെല്ലാം പ്രൂൺ ചെയ്ത് വിട്ടതായിരുന്നേ. ഇപ്പോൾ ഇത് നല്ല കൊല കുത്തിയിട്ട് നല്ല ലീഫൊക്കെ വന്ന് നല്ല ഹെൽത്തിയായി നിൽപ്പുണ്ട്. അപ്പോൾ നല്ല പ്ലാന്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കോറസ്റ്റിക്കിലോട്ട് കയറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇൻഡോറായിട്ട് എടുത്തു വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് ഞാൻ വെട്ടി റെഡിയാക്കി വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം നല്ല ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് ബാക്കി കിച്ചണിലോട്ട് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ചോറൊക്കെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നുകൊണ്ട് നോൺ വെജ് നിർത്തുവാണ്. അതുകൊണ്ട് മക്കൾക്ക് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ വാങ്ങിച്ച് പുരട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം
അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കൂ. വളരെ സിമ്പിളാണ്. വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ കറി വെച്ച് ഭയങ്കര സമയം കുറവായിരിക്കും. നമുക്ക് അധികം സമയമില്ലാതെ കണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കൻ കറി ആയിരിക്കും. പക്ഷേ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു ചിക്കൻ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഭയങ്കരമായിട്ട് അധികം സമയം വഴട്ടാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ കറി. പിന്നെ നമ്മുടെ പുറത്ത് ഇതുപോലെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ശരിക്കും ആ പുല്ല് വെച്ചെടുത്ത് അവിടെ വെക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ പുല്ലൊന്ന് പിടിച്ച് തരട്ടെ എന്ന് വിചാരിച്ചിട്ട് ടേബിളിൻ്റെ അടുത്ത് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാനിപ്പം നമ്മുടെ പുല്ലൊക്കെ അങ്ങനെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു വീക്കിൽ കൂടുതലായല്ലോ, 1 വീക്ക് കൂടുതലായിട്ടോ. പുല്ലൊക്കെ ഏകദേശം ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പം അവിടെയാണ് ഞാനിപ്പോൾ പാത്രങ്ങളൊക്കെ ഉണങ്ങാനായിട്ട് വെക്കുന്നത്, നമ്മുടെ ആ ഒരു ടേബിളിൻ്റെ പുറത്ത്. നമ്മുടെ അകത്ത് വെച്ച നമ്മുടെ ഇതിലെ കൗണ്ടർ ടോപ്പിന് പീസ് ഉണ്ടായിരുന്നു വൈറ്റ്, അത് വെച്ചിട്ട് അച്ഛൻ ഉണ്ടാക്കി തന്നെയായിരുന്നു അങ്ങനെ ഒരു ടേബിള്. നമ്മുടെ വെൽഡ് ചെയ്തിട്ട് നമ്മുടെ എന്ന് പറയുന്നത് പൈപ്പൊക്കെ GI പൈപ്പൊക്കെ വെൽഡ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി അടുപ്പിലാവുന്നുണ്ട്. ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയിട്ട് അതിലേക്ക് പൊടികളും ഇട്ട് വഴറ്റുക. എന്നിട്ട് നല്ലോണം വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ചിക്കനും ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. വെള്ളം വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കുവാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അടുത്തുള്ള ക്ലീനിങ് പരിപാടിക്കൊക്കെ ഇറങ്ങുവാണ്. അതിന് മുന്നേ ആദ്യം ഞാനൊരു കപ്പ് നിറച്ച് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വെള്ളം കൂടി ഇപ്പം ഭയങ്കര കുറവാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റേതായ അസ്വസ്ഥതകളുണ്ട്. അപ്പം ഞാൻ ആ വെള്ളം അവിടെ കൊണ്ടുവച്ച് ഞാൻ അത് കാണുമ്പോൾ എന്തായാലും എടുത്ത് കുടിക്കും. അപ്പോൾ ഈ പണി കഴിയുന്നതിന് മുമ്പേ ആ ഒരു കപ്പ് വെള്ളം തീർക്കണം എന്ന് വിചാരിക്കുവാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എന്ന് പറയുന്നത് മാറാലയൊക്കെ തട്ടാനായിട്ടുള്ള ആ ഒരു സ്റ്റിക്കില്ലേ, ഇതുപോലെ ബെൻഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നല്ല നീളമുണ്ട്. പിന്നെ നമുക്ക് മാറാല മാത്രമല്ല ജനലിൻ്റെ സൈഡും അതുപോലെ ഇതുപോലത്തെ നമ്മുടെ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് ആ ഒരു പോർഷനൊക്കെ ഇല്ലേ, അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ പൊടിയൊക്കെ തട്ടിയെടുക്കാനായിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് ഓടിക്കാൻ പറ്റും. കാര്യമായിട്ട് മാറാലൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്ന് പറയുന്നത് കുറച്ച് ദിവസം ഞാൻ പറഞ്ഞല്ലോ ശബരിമലക്ക് പോകേണ്ട ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു, വ്രതം എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇതുപോലത്തെ നമ്മുടെ ഫാനും ഒക്കെ ക്ലിയർ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഡെയിലിയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഫാനിൻ്റെ ലീഫൊക്കെ പിടിച്ചിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ തെന്നിമാറി പോവും. പിന്നെ അത്രയും പ്രസ് ചെയ്ത് നമുക്ക് ചെയ്യാനും പറ്റില്ല ഈ ഒരു വടി വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലാഡർ കയറിയിട്ട് ഒരു തുണി വെച്ച് തുടച്ചെടുക്കുന്നതിന് അത്ര നീറ്റ്നെസ് എന്തായാലും കിട്ടില്ല. പൊടിയൊക്കെ തട്ടിയെടുക്കാമെന്നേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇല്ലേ ഈ ലീഫ് അങ്ങ് തെന്നിമാറിപ്പോവും. അപ്പോൾ നമ്മുടെ പണി അങ്ങ് നടക്കത്തുമില്ല. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്നാലും ആ ലേഡർ കയറിയിട്ട് നല്ല നീറ്റായിട്ട് പിടിച്ച് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് എന്ന് പറയുന്നത് മുകളിൽ കയറി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഇതുപോലെ ചെയ്യാം. പിന്നെ മാറാല കാര്യമായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പുതിയ വീടാണല്ലോ, അതുകൊണ്ട് തന്നെ ആ പെയിൻറ്റിൻ്റെ മണം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് മാറാല കെട്ടത്തില്ല. സ്പൈഡർ അങ്ങനെ വരില്ല. അതുപോലെ പല്ലി അങ്ങനെ വരില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മറിയും. അപ്പോൾ നമ്മുടെ ഹാളിൽ ഇതുപോലെ ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പോർഷനിലും ഇതുപോലെ പൊടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ TV യൂണിറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇതും നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് ഈ ഒരു TV യൂണിറ്റ്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. മൾട്ടിവുഡും PVC വുഡും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ എന്ന് പറയുന്നത് കിച്ചണിൽ ചെയ്ത പോർഷൻ്റെതും അതുപോലെ വാപ്പ് ഡോറില്ലേ അത് ചെയ്തതിൻ്റെ ബാലൻസ് പീസൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കളർ തീം എടുത്തേക്കുന്നത് ലൈറ്റ് കളറാണ് കേട്ടോ. വുഡിൻ്റെ ഡാർക്ക് കളറല്ല, ഒരു ലൈറ്റ് കളറാണ്. അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മളിവിടെയാണ് കേട്ടോ വിളക്കൊക്കെ വെക്കുന്നത്. വിളക്ക് വെക്കാനും പ്രത്യേകിച്ചൊരു പൂജാമുറിയും കാര്യങ്ങളൊന്നുമില്ല. വിളക്ക് വെക്കാനും ആ ഒരു ഏരിയ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ആ ഒരു TV വെച്ച ഏരിയ ബാത്റൂമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൈഡിലോട്ട് പൂജാമുറിയോ വിളക്കോ ഒന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വെച്ചേക്കുന്നത് നമ്മൾ കയറി വരുമ്പം നേരെ കാണുന്ന രീതിയിലാണ്. അതൊരു റൂമിൻ്റെ ഒരു പോർഷനാണ്. അതുകൊണ്ട് അവിടെ വെക്കാം. പിന്നെ അത് കിഴക്ക് വശം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വെച്ചേക്കുന്നതാണ് വിളക്ക്. പിന്നെ കാര്യമായിട്ട് കുറേ ഫോട്ടോസൊന്നും വെച്ചിട്ടില്ല. പിന്നെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ എടുത്ത് വെക്കും കേട്ടോ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് വെക്കുമ്പോൾ എടുത്ത് മുകളിലോട്ടും വെക്കും. പിന്നെ അതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ റൂമും അതുപോലെ പൊടി തട്ടിയിട്ട് അടിച്ചടിച്ച് വരുവാണ് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ അടിക്കൽ മാത്രമേ നടക്കുകയുള്ളൂ, തുടക്കൽ നടക്കില്ല. ഇന്ന് നമ്മൾ സ്പിൻ മോപ്പ് വെച്ചിട്ടാണ് തുടക്കുന്നത്.
ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസമൊക്കെ സ്പിൻ മോപ്പ് ഇച്ചിരി വെള്ളത്തോട് കൂടി തന്നെ ഞാൻ തുടക്കാറുണ്ട് കേട്ടോ. മറ്റാകുമ്പോൾ നമ്മുടെ മറ്റേ മോപ്പില്ലേ, നമ്മൾ മുന്നേ കാണിച്ചാന്ന റെയിൽവേ സ്റ്റേഷൻ മോപ്പ്, ആ ഒരു മോപ്പ് വെച്ചിട്ടാണ് തുടക്കാറ്. അപ്പം നമ്മുടെ മണി പ്ലാന്റ് നമ്മൾ മുന്നേ സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നല്ലതുപോലെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മണി പ്ലാന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, സിൽവർ പോത്തോസ്. അപ്പോൾ അതും അതുപോലെ ഒരു കുറേ അങ്ങ് താഴത്തോട്ട് വീണ് കിടക്കുമായിരുന്നു, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ബെഡ്റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല, നാളെ മാറ്റാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ മുതലാണ് വ്രതം തുടങ്ങുന്നത്. അപ്പോൾ ആ സമയം മുതൽ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ മാറി വിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ തറ തുടക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാനായിട്ട് ഈ ഒരു ഓയിലാണ് കേട്ടോ ഉപയോഗിക്കാറ്. ബ്രൂട്ട് പെർഫ്യൂം എന്നതിൻ്റെ പേര്. ഞാനിതുപോലെ കടയിൽ പറഞ്ഞിട്ട് മേടിച്ചാണ്. ഭയങ്കര ഓവറായിട്ട് ഒരു മണമല്ല, നല്ലൊരു മണമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിനൊരു ഓയിൽ കൺസിസ്റ്റൻസിയാണ് കേട്ടോ, നമ്മുടെ എന്ന് പറയേണ്ടത് പുൽത്തൈലൊക്കെ പോലെ. അത് 2 ഡ്രോപ്സ് നമ്മൾ തറ തുടക്കുന്നതിലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന ആ ഒരു ലിക്വിഡിലും പിന്നെ ബാത്റൂം കഴുകി കഴിഞ്ഞാൽ 2 ഡ്രോപ്സ് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ എല്ലാവിടെയും ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ നിറച്ച് നല്ലൊരു പെർഫ്യൂമിൻ്റെ മണമാണ്. ഇതെന്ത് പെർഫ്യൂം എന്ത് മണമാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കടകളിൽ ചോദിച്ചു നോക്കൂടെ, 80 രൂപയാണ് അതിനൊരു ബോട്ടിലിന്. പക്ഷേ കുറേ നാൾ നിൽക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൻ്റെ ഒരു മണം. നമുക്ക് വീടൊക്കെ നല്ല സുഗന്ധം വരുത്താനൊക്കെ പറ്റിയൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തറയൊക്കെ തുടക്കുവാണെങ്കിൽ നല്ല ഗ്ലൈസിങ് ആയിരിക്കും കേട്ടോ. കുറേ സമയത്തേക്ക് ആ ഒരു ഓയിലിൻ്റെ അകത്ത് ആ ഒരു ലിക്വിഡിൻ്റെ അകത്ത് ചെറിയൊരു ഓയിലിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലൈസിങ് ആയിരിക്കും നമ്മൾ തറയൊക്കെ തുടച്ചാൽ. പിന്നെ നമുക്കിതുപോലെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ വാപ്പ് ഡോറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ, വുഡൊക്കെ ക്ലീൻ ചെയ്യാം മെയിനായിട്ട്, അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ഈ ഫംഗസ് ഒന്നും വരത്തുമില്ല. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികളില്ലേ, അതൊന്നും വരത്തില്ല. അപ്പം നല്ലൊരു സാധനമാണ് കേട്ടോ. എവിടെയും കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ റൂമും ഞാൻ തുടച്ച് വരുവാണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത് തന്നെ ഞാൻ ഉച്ചവരെ ചെയ്യുമ്പോഴത്തേക്കും ആകെ കൂടെ വയ്യാതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കിടന്നു പോയായിരുന്നു കുറച്ച് സമയം ചെയ്യുമ്പോഴേക്ക് തന്നെ. അപ്പം ഹാളും ഒന്ന് ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സെറ്റിയുടെ അടിയിലൊക്കെ ഇല്ലേ കുട്ടികൾ ഈ മുട്ടായിയുടെ കവറും അതും ഇതൊക്കെ കൊണ്ടുപോയി കടലാസും പേപ്പറും പിന്നെ ഫാൻ ഇടുമ്പോൾ ഈ മുടി പോയിട്ട് ഇതിൻ്റെ അടിയിലോട്ട് കുടുങ്ങും. അപ്പം അതൊക്കെയാണ്. അപ്പോൾ ഹാളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലീനിങ് പരിപാടി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് പറ്റാണ്ടാവുകയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. പിന്നെ നമ്മുടെ വീടല്ലേ, നമ്മുടെ വീടാകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആണല്ലോ ചെയ്യാനായിട്ട്. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. പിന്നെ ഒരു ലൈക്ക് തരണം. ഇതൊക്കെ ഞാൻ എല്ലാ ദിവസവും പറയുന്നതാണ്, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ടില്ലേ, നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വീടൊന്ന് അലങ്കരിക്കുമ്പോൾ ഇല്ലേ ഒരു പ്രത്യേക രസമാണ്, പ്രത്യേക ഒരു വൈബാണ്, മനസ്സിനൊരു സന്തോഷമാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ തീർച്ചയായും അതൊക്കെയാണ് അവരുടെ സന്തോഷം അല്ലേ. എൻ്റെ സന്തോഷം അതൊക്കെയാണ് കേട്ടോ. വീടൊക്കെ ക്ലീൻ ചെയ്ത്, പിന്നെ എല്ലാവരും ഇതുപോലെ കൊണ്ടുനടക്കണം എന്നില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു പാർട്ടീഷൻ വാളാണ് കേട്ടോ ഇത്, അതായത് ഹാളും ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വോള് നമ്മളിതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. വുഡല്ല, നമ്മൾ GI പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു GI പൈപ്പിൻ്റെ വർക്കൊക്കെ എൻ്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ ചെയ്തു തന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല ഭംഗിയിലാണ്, എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കരമായിട്ട് ഇത് കവർ ചെയ്ത് പോവാതെ ഒരു സിമ്പിളായിട്ടുള്ള വർക്ക്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. പിന്നെ നമ്മുടെ ലിവിങ് ഏരിയയിൽ ഒരു 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത്. ഒരു പെയിൻറ്റിങ് ഒക്കെ ആ ഒരു മോഡൽ കേട്ടോ, നല്ല കളർഫുള്ളായ ഫോട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 3 ഫോട്ടോസാണ്. കണ്ടവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഈ ഒരു ഫോട്ടോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ മുകളിലൊരു സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. പിന്നെ ഈ ഒരു ഫോട്ടോ നമുക്ക് ഹൗസ് വാമിങ് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അത് ഞാനിതുപോലെ നമ്മുടെ കിച്ചണായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ, അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെയർ ഏരിയ ആണ് കേട്ടോ ഇത്. സ്റ്റെയർ ഏരിയ ഇതുപോലെ തന്നെ GI പൈപ്പ് വെച്ച് ചെയ്തതാണ്. അവിടെയും കുറച്ച് ഫോട്ടോസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഫോട്ടോസാണ് കേട്ടോ. 3 ഒരുപോലെ തന്നെ കണ്ടപ്പം അത് നമ്മൾ സ്റ്റെയർ കയറുന്നിടത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് പ്ലാൻസ് ഒക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കൂടെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.